49-ാം സങ്കീർത്തനത്തിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ നിന്നാണ് ഒരു ആശയം പറഞ്ഞ സമയപരിധിയിൽ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കാം. 49-ാം സങ്കീർത്തനത്തിൻ്റെ മൂന്നാമത്തെ വാക്യം. എൻ്റെ വായി ജ്ഞാനം പ്രസ്താവിക്കും, എൻ്റെ ഹൃദയത്തിലെ ധ്യാനം വിവേകം തന്നെയായിരിക്കും. രണ്ടാമത്തെ സെന്റൻസ് ഓർക്കുക. ഇവിടെ കോരഗോത്രന്മാർ സംഗീത പ്രമാണിക്ക് കോരഗോത്രന്മാരുടെ സങ്കീർത്തനം 49 നമ്മൾ വായിക്കുന്നത്. കോരഗോത്രന്മാരെല്ലാവരും ചേർന്ന് പറയുന്ന ഒരു കാര്യം ഇതാണ്. എന്താണ് അവിടെ പറയുന്നത്? ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് നമ്മൾ വായിച്ച മൂന്നാമത്തെ വാക്യത്തിന് രണ്ടാമത്തെ വാചകം, സെന്റൻസ്. എൻ്റെ ഹൃദയത്തിലെ ധ്യാനം വിവേകം തന്നെയായിരിക്കും. ആധുനിക പരിഭാഷയുടെ ബൈബിൾ നിങ്ങളുടെ ആരുടെങ്കിലും കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്കത് വായിക്കുമ്പോൾ അറിയാം. അതിലിങ്ങനെയാണ്: എൻ്റെ ഹൃദയ വിചാരങ്ങൾ വിവേകം നിറഞ്ഞതായിരിക്കും. എൻ്റെ ഹൃദയ വിചാരങ്ങൾ വിവേകം നിറഞ്ഞതായിരിക്കും. എന്താ വിവേകം? തിരിച്ചറിവ്. എന്ത് തിരിച്ചറിവ്? നന്മയെയും തിന്മയെയും നന്നായി മനസ്സിലാക്കി, ശരിയെയും തെറ്റിനെയും നന്നായി മനസ്സിലാക്കാനുള്ള കഴിവിനാണ് വിവേകം എന്ന് പറയുന്നത്. ആ വിവേകമില്ലാത്തവരായ ആളുകളെ അപേക്ഷിച്ചിടത്തോളം അവർക്ക് ശരി എന്താണെന്നും അറിയത്തില്ല, തെറ്റെന്താണെന്നും അറിയത്തില്ല. തെറ്റിനെ ശരിയായിട്ട് കാണും, ശരിയെ തെറ്റായിട്ട് കാണും. അതുകൊണ്ടാണ് ആളുകൾ പറയുന്നത് ഒരു വിവേകമില്ല, ഒരു പരിജ്ഞാനവുമില്ല. എന്താ പറയണ്ടേന്ന് അറിയത്തില്ല, എങ്ങനെയാ പെരുമാറേണ്ടതെന്ന് അറിയത്തില്ല, ഇത് ഏത് സമയമാണെന്ന് അറിയത്തില്ല, സാഹചര്യം ഏതാണെന്ന് അറിയത്തില്ല. യാതൊരു പക്വതയുമില്ല, യാതൊരു പരിജ്ഞാനവുമില്ല, യാതൊരു വിവേകവും ഇല്ലാതെ പോകുന്ന ആളുകൾ ആത്മീയ മണ്ഡലങ്ങളിലുമുണ്ട്. നമ്മൾ പുറത്തുള്ളവരെ മാത്രം കാറടച്ച് വെടിവെച്ച് കുറ്റം പറഞ്ഞു നടന്നത് കാര്യമില്ലല്ലോ. എല്ലാ ബലഹീനതകളും വന്ന് എല്ലാറ്റിലും വന്നു കയറി, അത് ദൈവസഭയിലും വന്നു കയറി. നാട്ടിൽ കാണുന്ന മുഴുവൻ ബലഹീനതകളും, അല്ലെങ്കിൽ എല്ലാ സമുദായങ്ങളിലും കാണുന്ന ഒട്ടുമിക്ക ബലഹീനതകളും ദൈവസഭകളിലേക്കും കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് വന്നു കയറിയിരിക്കുകയാണ്. എന്നാൽ കൃപ പ്രാപിച്ച ദൈവമക്കൾ എപ്പോഴും ഓർക്കണം, അങ്ങനെയുള്ള ഭവിഷ്യത്തുകളെയും അല്ലെങ്കിൽ അങ്ങനെയുള്ള വിപത്തുകളെയെല്ലാം ആത്മാവിൽ നമുക്ക് ചെയ്യുവാനായിട്ട് കഴിയണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇപ്പൊ സങ്കീർത്തനക്കാരൻ പറയുന്ന സന്ദേശം ഓർക്കുക: എൻ്റെ ഹൃദയ വിചാരങ്ങൾ വിവേകം നിറഞ്ഞതായിരിക്കും. ഹൃദയത്തിൽ മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന വിചാരങ്ങൾ എങ്ങനെയുള്ളതാണ്? വിവേകത്തോടു കൂടിയ വിചാരങ്ങളാണ്. ശരിയെയും തെറ്റിനെയും നല്ലതിനെയും ചീത്തയെയും നന്നായി അപഗ്രഥിച്ച് മനസ്സിലാക്കി ശരിയെ ഹൃദയംഗമായി സ്വീകരിക്കുവാനും തെറ്റിനോട് പൂർണ്ണമായി വിട പറയുവാനും അങ്ങനെ കുറ്റമറ്റ മനസാക്ഷിയോടും നിർമ്മല ഹൃദയത്തോടും കൂടെ ദൈവത്തിന് വേണ്ടി നിലനിൽക്കുന്ന ഒരു സങ്കീർത്തനക്കാരനെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇന്ന് ഈ ആരാധനാലയത്തില് പ്രാരംഭ വചന ശുശ്രൂഷയോടുള്ള ബന്ധത്തില് ഈ സങ്കീർത്തന സന്ദേശം പരിശുദ്ധാത്മാവ് നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് കോരഗോത്രന്മാരുടെ ജീവിതാനുഭവം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ ഈ വചനം കേൾക്കുന്ന നാം എല്ലാവരും ആ സങ്കീർത്തനക്കാരന്റെ ആശയത്തോട് ചേർന്നുകൊണ്ട് നമുക്ക് പറയാനായിട്ട് കഴിയണം. ഓരോരുത്തരും പറയുക: എൻ്റെ ഹൃദയ വിചാരങ്ങൾ വിവേകം നിറഞ്ഞതായിരിക്കും. കർത്താവേ, ഒരിക്കലും ഒരു അവിവേകം വരാതെ, അവിവേകം ചെയ്യാതെ, അവിവേകം പറയാതെ അങ്ങയുടെ നാമമഹത്വത്തിന് വേണ്ടി വിവേകത്തോടു കൂടെയുള്ള ഹൃദയ വിചാരങ്ങളുടെ ഉടമകളായി മുന്നോട്ട് പോകുവാൻ എന്നെയും എന്റെ കുടുംബത്തെയും സഹായിക്കണമേ. എത്ര പേർക്ക് ഹല്ലേലൂയ പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് കഴിയും? അപ്പൊ ഈ ഒരു ചിന്ത നമ്മുടെ ചിന്തയായിരിക്കണം. കോരഗോത്രന്മാർ ഏതാണ്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, എല്ലോട് ദൂരിക്കട്ടെ എന്നുള്ളൊരു മനോഭാവമല്ല. പരിശുദ്ധാത്മാവ് ഓരോ സങ്കീർത്തനത്തിന്റെ ഭാഗങ്ങളിലൂടെയും നമ്മുടെ മനസാക്ഷിയെ തൊട്ടുണർത്തി ഹൃദയത്തിന്റെ മാംസപ്പലകയിൽ എഴുതി ചേർക്കുന്ന രീതിയിൽ വളരെ ലളിതമായ ഭാഷയിൽ ഈ വിധ ആശയങ്ങൾ നൽകി തരുമ്പോൾ ഓരോ ദൈവമക്കളും ഹൃദയംഗമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാനായിട്ട് കഴിയണം. കർത്താവേ, ആ ഒരു തലങ്ങളിലേക്ക് എന്നെ കരം പിടിച്ചെത്തിക്കുമാറാകണമേ. ദൈവത്തിന് സ്തോത്രം. ഏതെങ്കിലും പോരായ്മകളോ ഏതെങ്കിലും ബലഹീനതകളോ ഉണ്ടെങ്കിൽ അതിനെ അതിജീവിപ്പാൻ ആവശ്യമായ സ്വർഗീയ കൃപകളാൽ എന്നെ നിറയ്ക്കുമാറാകണമെന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ അത് ചെയ്തു തരുവാൻ ദൈവം കഴിവുള്ളവനാണ്. സ്തോത്രം. ഇനി വിവേകം എന്നുള്ളൊരു വിഷയത്തെ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ് വിവേകം എന്നുള്ള പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. സങ്കീർത്തനക്കാരന്റെ ഹൃദയത്തിലെ വിചാരങ്ങൾ മുഴുവനും അതിന്റെ അടിസ്ഥാനത്തിലാണ്.
തന്റെ എല്ലാ പ്രവർത്തനങ്ങളും അതിന്റെ അടിസ്ഥാനത്തിലാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ വേദപുസ്തകത്തിൽ 1-2 വേദഭാഗങ്ങൾ മാത്രം ഒരു ക്രിസ്തു വിശ്വാസിയോടുള്ള ബന്ധത്തിൽ അറിഞ്ഞിരിക്കേണ്ട സന്ദേശങ്ങളുണ്ട്. യോഹന്നാൻ എഴുതിയ ലേഖനം, യോഹന്നാന്റെ ലേഖനത്തിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ അറിയിക്കുന്നത് 1 യോഹന്നാൻ 5-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള വിവേകത്തിന്റെ ഒരു ഭാഗം ദൈവത്തിന്റെ ആത്മാവ് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1 യോഹന്നാൻ ലേഖനം 5-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം. ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു. അപ്പൊ വിശുദ്ധ ബൈബിൾ വെളിപ്പെടുത്തുന്ന അതിപ്രധാനമായ വിവേകം എന്താണെന്ന് പരിശുദ്ധാത്മാവ് പറയുകയാണ്. സത്യദൈവത്തെ അറിയാൻ കഴിഞ്ഞതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവിടെ യോഹന്നാൻ അപ്പോസ്തലൻ സുവിശേഷം താൻ എഴുതിയിട്ടുണ്ട്. യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരിൽ വരുന്ന ഒരാളാണ് യോഹന്നാൻ. സബദിയുടെ മക്കളാണ്. ഒരു വീട്ടിൽ നിന്ന് 2 മക്കൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി, യാക്കോബും യോഹന്നാനും. യാക്കോബ് നല്ല പ്രായത്തിൽ രക്തസാക്ഷിയായി തീർന്നു. യോഹന്നാന് പിന്മാറി പോകണമെങ്കിൽ പിന്മാറി പോകാം. ആ അപ്പനെയും അമ്മയെ നോക്കാൻ താൻ മാത്രമേ ഉള്ളൂ. ദൈവവേലയുടെ പേരും അതിന്റെ പരിമിതികളിലൂടെ മുന്നോട്ട് പോയാൽ കുടുംബം എങ്ങനെ മുന്നോട്ട് പോകും? ദൈവം നീതി കാണിച്ചില്ല. എന്റെ സഹോദരനെ എന്തുകൊണ്ട് ദൈവത്തിന് രക്ഷിക്കാം? പിന്മാറി പോകാൻ ആയിരക്കണക്കിന് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. മനസ്സിലായോ? പക്ഷെ ഒരു കാര്യങ്ങളും അവിടെ പറയാതെ എന്നെ അനുഗമിപ്പി എന്നുള്ള ദൈവശബ്ദം കേട്ടുകൊണ്ട് ഇവരെല്ലാം യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യരായി. യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യനായിരുന്നു എന്നുള്ള ആ ശിഷ്യത്വത്തിൽ നിന്ന് യേശുവിന്റെ ശിഷ്യത്വത്തിലേക്ക് വന്നത് അബദ്ധമായി പോയി എന്ന് ഒരിക്കലും വിചാരിക്കാതെ ക്രിസ്തുവിനോടുള്ള കൂറിലും ബന്ധത്തിലും ജീവിതത്തിന്റെ അവസാനം വരെ യോഹന്നാൻ മുന്നോട്ട് പോയി. ദൈവത്തിന് സ്തോത്രം. ഒരു സുവിശേഷം എഴുതി യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ശ്രേഷ്ഠകരമായിരിക്കുന്ന കാര്യങ്ങൾ യേശുക്രിസ്തുവിന്റെ ദൈവത്വം അവിടെ വരച്ച് കാണിക്കുകയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിന്റെ ആരംഭം എങ്ങനെയാണ്? ആദിയിൽ വചനമുണ്ടായിരുന്നു. മറ്റു സുവിശേഷകന്മാരെല്ലാം യേശുക്രിസ്തുവിനെ മാനുഷികമായി വംശാവലി മാത്രം പറയുമ്പോൾ യോഹന്നാൻ കുറച്ചുകൂടെ ആത്മീയ ദർശനത്തിൽ അവിടെ പറയുന്ന കാര്യം ഇതാണ്. സകലത്തിന്റെ വചനമായ യേശുക്രിസ്തു ഉണ്ടായിരുന്നു. അപ്പോസ്തലന്മാരിൽ വെച്ച് ഏറ്റവും വലിയ ദർശനം പ്രാപിച്ച യോഹന്നാൻ, സുവിശേഷം എഴുതിയ യോഹന്നാൻ, 3 ലേഖനങ്ങൾ എഴുതിയ യോഹന്നാൻ, വെളിപ്പാട് പുസ്തകം എഴുതിയ യോഹന്നാൻ. ആ യോഹന്നാൻ ഇവിടെ പറയുകയാണ്, ദൈവത്തിന് സ്തോത്രം, യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് ഒരു സാധാരണ ദൈവമായിട്ടല്ല വന്നത്, സത്യ ദൈവമായിട്ടാണ് യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. ആ വാക്യം ഒന്നുകൂടി മുറക്കി വായിച്ചു കേൾപ്പിച്ചു. ശ്രദ്ധിച്ചോളണം. ദൈവപുത്രൻ വന്നു എന്നും. അപ്പൊ ദൈവപുത്രനായിട്ട് വന്നയാൾ ആരാണ്? സത്യദൈവമാണ്. സത്യദൈവമാണ്. യേശുക്രിസ്തുവിന്റെ പുത്രനായിട്ട് ഭൂമിയിലേക്ക് വന്നു എന്ന് പറഞ്ഞ് യേശുക്രിസ്തുവിനെ ഒരു കുട്ടി ദൈവമായിട്ടോ പുത്രത്വം മാത്രം മനുഷ്യത്വം മാത്രം കണ്ടുകൊണ്ടല്ല അവിടെ ഇരിക്കുന്നത്. പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്, ദൈവത്തിന്റെ പുത്രനായി ഈ ഭൂമിയിലേക്ക് വന്ന യേശുക്രിസ്തു സത്യദൈവമാണ്. സത്യദൈവമായിട്ട് യേശുക്രിസ്തുവിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നത് ആത്മീയ വിവേകമാണ്. കൃപ പ്രാപിച്ച ദൈവമക്കളെ, കുമ്പപ്പള്ളി ദേശത്തും പരിശുദ്ധാത്മാവ് ആത്മീയ വിവേകം നമുക്ക് നൽകി. ദൈവത്തിന്റെ സ്തോത്രം. ഉദ്ദിഷ്ട കാര്യത്തിന് വേണ്ടി യേശുക്രിസ്തുവിനെ കൂട്ടുപിടിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. കാര്യസാധ്യത്തിന് വേണ്ടി കൂട്ടുപിടിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ വിവേകം ലഭിച്ച ഒരു ക്രിസ്തു വിശ്വാസി കാര്യസാധ്യത്തിന് വേണ്ടിയല്ല യേശുക്രിസ്തുവിനെ കൂട്ടുപിടിക്കുന്നത്. ജീവന്റെ ബലമായും സത്യദൈവമായും നിത്യരക്ഷകനായും മഹാദൈവമായിട്ടാണ് യേശുക്രിസ്തുവിനെ കൂട്ടുപിടിക്കുന്നത്. യേശു ജീവന്റെ ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. ഈ വിവേകം ലഭിച്ചതാണ് ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായിരിക്കുന്ന ഒരു കാര്യം. സ്തോത്രം. പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്ന അത്യന്തികമായ പരമപ്രധാനമായിരിക്കുന്ന വിവേകം എന്ന് പറയുന്നത് ദൈവത്തെ നന്നായിട്ട് അറിയുക. പിതാവാം ദൈവത്തെ അറിയുക, പുത്രനാം ദൈവത്തെ അറിയുക, പരിശുദ്ധാത്മാവാം ദൈവത്തെ അറിയുക. വേദനകളും ഭാരങ്ങളും പരിമിതികളും കഷ്ടതകളും നഷ്ടങ്ങളും സങ്കടങ്ങളും എല്ലാം ജീവിതത്തിൽ വരും. ജീവിതം സുഖദുഃഖ സമ്മിശ്രമാണ്. മഴയും വെയിലുമുള്ള കാലാവസ്ഥയാണ്. ഇരുളും പ്രകാശവുമുള്ള കാലാവസ്ഥയാണ്. വേദനകളും ഭാരങ്ങളും ഉള്ള കാലാവസ്ഥയാണ്. ഈ വരുന്ന മാറ്റങ്ങളിലൊന്നും നമ്മുടെ മനോഭാവങ്ങൾ മാറിപ്പോകാതെ
ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിൽ നമ്മെ തന്നെ നമുക്ക് നിലനിർത്തുവാനായിട്ട് കഴിയണം. അങ്ങനെ നിലനിർത്താൻ കഴിയണമെങ്കിലാണ് നമ്മുടെ കുറിവാക്യത്തിൽ കിടക്കുന്ന സെന്റൻസ് ഓർക്കേണ്ടത്, നമ്മുടെ ഹൃദയ വിചാരങ്ങളിൽ വിവേകം ഉണ്ടായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഹൃദയ വിചാരങ്ങൾ വിവേകമുള്ളതല്ലെങ്കിൽ, മനസ്സിലായോ, യേശുവിനെ സത്യദൈവമായും നീതിയുള്ള ദൈവമായും രക്ഷകനായും അതുപോലെ നമ്മുടെ മുമ്പിൽ വരുന്ന സകലത്തിനെയും ആത്മാവിൽ വിവേചിച്ച് നന്നായി മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ കഴിയുന്നില്ലെങ്കിൽ ക്രിസ്തീയ മണ്ഡലത്തിൽ നമുക്ക് നിലനിൽപ്പാൻ കഴിയത്തില്ല. ക്രിസ്തീയ ജീവിതം തുടങ്ങിവെച്ച ക്രിസ്തീയ ജീവിതം പരാജയമായി തീരും. അതുകൊണ്ട് തുടങ്ങിവെച്ച ക്രിസ്തീയ ജീവിതം പരാജയമാകാനല്ല ദൈവം നമ്മെ വിളിച്ചത്. നിത്യതയിലേക്കുള്ള യാത്രയാണെന്ന ബോധ്യത്തോടുകൂടെ വിജയിക്കുന്ന ക്രിസ്തീയ ജീവിതത്തിന്റെ ലക്ഷ്യത്തിലെത്തുന്ന ക്രിസ്തീയ ജീവിതത്തിന്റെ ഉടമകളായി മുന്നോട്ട് പോകുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ വേർതിരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. എപ്പോഴും ദൈവത്തെ കുറിച്ചുള്ള ഒരു ദർശനമാണ് നമ്മുടെ ഉള്ളിൽ വരേണ്ടത്. ഇനി ഞാൻ സദൃശ്യവാക്യങ്ങളുടെ പുസ്തകത്തിൽ നിന്ന് ഈ ചിന്തകൾ നിങ്ങൾക്കൊരു കുറച്ചുകൂടി ഒരു വിശാലമാക്കി ഒന്നെടുക്കാൻ, നിങ്ങളുടെ മനസ്സിലൊന്ന് രൂപപ്പെടുത്തി ഒരാശയം രൂപീകരിച്ചെടുക്കാൻ വേണ്ടി ഞാൻ 1-2 വാക്യങ്ങൾ കൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കാം. സദൃശ്യവാക്യങ്ങൾ 9-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. മറ്റൊരാള് 22-ാം അധ്യായം സദൃശ്യവാക്യങ്ങൾ തന്നെ 22-3. വേറൊരാള് ഇയ്യോബിന്റെ പുസ്തകം 28-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം. ഞാൻ 3 വാക്യങ്ങൾ പറയാം, പറഞ്ഞിട്ട് വായിച്ചാൽ മതി. ആരും തിരക്ക് പിടിക്കണ്ട. വായിക്കുന്നവർ ശബ്ദമെടുത്ത് വായിക്കണം. ആദ്യം വായിക്കേണ്ടത് സദൃശ്യവാക്യം 9-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യമാണ്. പിന്നെ വായിക്കേണ്ടത് ആ സദൃശ്യവാക്യം തന്നെ 22-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം വായിക്കണം. അത് കഴിഞ്ഞ് ഇയ്യോബിന്റെ പുസ്തകത്തിൽ 28-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം. സദൃശ്യവാക്യം 9-10 വായിക്കുക. യഹോവാഭക്തി ജ്ഞാനത്തിന്റെ ആരംഭവും പരിശുദ്ധനെ കുറിച്ചുള്ള പരിജ്ഞാനവും വിവേകവുമാകുന്നു. ഇവിടെ ഒരു വാക്ക് നിങ്ങൾ കണ്ടോ? വിവേകം. എന്തിനെ കുറിച്ചുള്ള വിവേകം? പരിശുദ്ധനായ ദൈവത്തെ കുറിച്ചുള്ള ഒരു വിവേകം. അപ്പൊ യോഹന്നാന്റെ ലേഖനത്തിൽ നമ്മൾ വായിച്ച സത്യദൈവത്തെ കുറിച്ചുള്ള വിവേകം വർദ്ധിച്ചു വന്നിട്ട് ആ സത്യദൈവം ആരാണെന്നുള്ളൊരു ദർശനം സദൃശ്യവാക്യത്തിലൂടെ പരിശുദ്ധാത്മാവ് നൽകിയാണ്. സത്യദൈവം പരിശുദ്ധനായ ദൈവമാണ്. ഒന്ന് സ്തോത്രം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ്. അപ്പൊ ദൈവത്തെ കുറിച്ച് പഠിക്കാനായിട്ട് നാം തയ്യാറായി ഒരു ആത്മീയ വിവേകത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, ആ ദൈവം നൽകുന്ന സ്വർഗീയ വിവേകം, ആത്മീയ ജ്ഞാനം എന്ന് പറയുന്നത് പരിധിക്കപ്പുറമാണ്. ദൈവത്തിന്റെ സ്തോത്രം. അപ്പൊ നാം സേവിക്കുന്ന ദൈവം പരിശുദ്ധനായ ദൈവം, സത്യദൈവമാണ്. അപ്പൊ പരിശുദ്ധനായ ദൈവത്തെ കുറിച്ചും സത്യദൈവത്തെ കുറിച്ചുമുള്ള വിവേകം പ്രാപിച്ച ഒരു ക്രിസ്തു വിശ്വാസി ഒരു ഹൃദയത്തിൽ രൂപപ്പെടുത്തിയെടുക്കുന്ന ആത്മീയ ദർശനങ്ങൾ, ആ ദർശനങ്ങൾ നിലനിർത്തുമ്പോൾ തന്നെ മറ്റു ചില കാര്യങ്ങൾ കൂടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതിന്റെ തന്നെ സദൃശവാക്യങ്ങൾ 22-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം കണ്ടോ? ശ്രദ്ധിച്ച്. വിവേകം ഉള്ളവർ അനർത്ഥം കണ്ടിട്ട് ഒളിച്ച് ഓടുന്നു. അടുത്തത് അപ്പൊ വിവേകമുള്ളവർ അനർത്ഥം കാണുമ്പോൾ എന്ത് ചെയ്യുന്നു? അതിൽ നിന്ന് ഒളിക്കുന്നു. അതിന്റെ ഒരു ഭാഷാന്തരത്തിൽ കിടക്കുന്നത് ഇങ്ങനെയാണെന്നാണ് വേദപണ്ഡിതന്മാര് പറയുന്നത്. ആൾ തന്നെത്താൻ മറയ്ക്കുന്നു. മനസ്സിലായോ? ഒരനർത്ഥത്തെയും ഒരപകടത്തെയും നമുക്ക് മറയ്ക്കാൻ കഴിയത്തില്ല. ഒരു തിന്മയെയും നമുക്ക് മറയ്ക്കാൻ കഴിയത്തില്ല. ഒരു ദുഷ്ടതയെയും നമുക്ക് മറയ്ക്കാൻ കഴിയത്തില്ല. പക്ഷെ അത് കാണുമ്പോൾ നാം നമ്മെ തന്നെ മറയ്ക്കുക, നമ്മെ തന്നെ ഓടി രക്ഷപ്പെടുക, നമ്മെ തന്നെ ഒളിക്കുക, തന്നെത്താൻ സൂക്ഷിക്കുക. മനസ്സിലായോ? അപ്പൊ തന്നെത്താൻ സൂക്ഷിക്കുകയും ഓടി രക്ഷപ്പെടുവാനും തന്നെത്താൻ മറയ്ക്കുവാനും തന്നെത്താൻ സംരക്ഷിക്കപ്പെടുവാനും കഴിയുന്നതിന് പിന്നെ എന്താണെന്നാ പറയുന്നത്? വിവേകമുള്ളവർക്കാണ് കഴിയുന്നത്. ഇല്ലെങ്കിലോ ചെറിയാം. അതിന്റെ രുചി എന്നാണെന്ന് അറിഞ്ഞേക്കാം, അതിന്റെ സന്തോഷം എന്നാണെന്ന് അറിഞ്ഞേക്കാം, കുറച്ചു നേരം ഒന്ന് നിന്ന് കണ്ടേക്കാം,
കുറച്ചു നേരമായിട്ട് എന്നെ അതൊന്ന് അറിഞ്ഞേക്കാം, പിന്നെ കുറച്ചോടെ ചെന്ന്, പിന്നെ കുറച്ചോടെ ചെന്ന്, പിന്നെ കുറച്ചോടെ ചെന്ന്, പിന്നെ കുറച്ചോടെ ചെന്ന്, പിന്നെ ഒടുവിൽ അതിൽ നിന്ന് കരകയറാൻ പറ്റാത്ത നിലയിലായിത്തീരും. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? വിവേകമില്ല. വിവേകമില്ല. മനസ്സിലായോ? ദൈവത്തിന് സ്തോത്രം. എന്നാൽ അതെന്നെ നശിപ്പിക്കാൻ പതിയിരിക്കുന്നതാണ്. അതൊരു വലിയ വിപത്താണ്, അതൊരു ചതിയാണ്, അതൊരു കണിയാണെന്ന് അത് ദൂരവേ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? വിവേകമുള്ള ഹൃദയ വിചാരത്തിന്റെ ഉടമകൾക്ക് ഏത് മനസ്സിലാക്കാനായിട്ട് കഴിയുകയുള്ളൂ. വിവേകമില്ലാത്ത ഹൃദയ വിചാരത്തിന്റെ ഉടമകളാണെങ്കിൽ അതിലേക്ക് പിന്നെ ഞാൻ എന്തിനാ സൂക്ഷിക്കുന്നത്? എല്ലാവരും അത് കാണാൻ പോകുന്നു, എല്ലാവരും അത് കേൾക്കാൻ പോകുന്നു, എല്ലാവരും അത് അറിയാൻ പോകുന്നു. കൊള്ളാമെങ്കിൽ അത് കുറച്ച് ആസ്വദിക്കാം, നഷ്ടമെങ്കിൽ നഷ്ടം. പിന്നെ എന്തെല്ലാം നഷ്ടം വരുന്നു? നഷ്ടങ്ങളൊന്നും വലിയ വിഷയമൊന്നുമല്ല, ഈ പ്രായം പല നഷ്ടങ്ങളെ ഉള്ളൂ എന്നുള്ള ഒരു ലാഘവ മനോഭാവത്തിൽ മുന്നോട്ട് പോയാൽ ആ ഒരു കൊടുവിപത്തിൽ ചെന്ന് താഴെ പോകും. എന്നാൽ ആത്മാവിൽ അതിനെ ജയിപ്പാനായിട്ട് കഴിയണം. ആത്മാവിൽ ജയിപ്പാൻ കഴിയണം. വിവേകമുള്ളവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, വിവേകമുള്ളവൻ തന്നെത്താൻ മറയ്ക്കുന്നു, വിവേകമുള്ളവൻ തന്നെത്താൻ ഓടി രക്ഷപ്പെടുന്നു. എന്നാൽ വിവേകമില്ലാത്തവർ ചെന്നുചാടുന്നു. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന് പറയുവാനായിട്ട് കഴിയും. ഇന്ന് പകൽ ഓരോ ദൈവമക്കള് ആ വിശ്വബോധത്തോടെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, ഈ ദൈവിക വിവേകത്താൽ എന്നെ നിറയ്ക്കുമാറാകണമേ. ഞാൻ ഒരു വാക്യം കൂടെ വായിച്ച് അവസാനിപ്പിക്കുക. യോബിന്റെ പുസ്തകം എടുത്ത് വെച്ചിട്ടുണ്ടോ നിങ്ങൾ? 28-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം. അടുത്തത് കണ്ടോ? ദോഷം അകന്നു നടക്കുന്നത് തന്നെ വിവേകമാകുന്നു. വിവേകത്തിന്റെ തെളിവ് ഇവിടെ നമ്മൾ വായിച്ചതിനോടനുബന്ധമായിട്ട് വരുന്നതാണ്. ഏത്? സദൃശവാക്യം 22:3 വായിച്ചതിനോട് അനുബന്ധമായിട്ട് വരുന്നതാണ്. അകന്നു നടക്കേണ്ടതിൽ നിന്ന് അകന്നു നടക്കുന്നത് എന്താണ്? വിവേകം. ചില വണ്ടികളിലൊക്കെ എഴുതി വെച്ചിട്ടില്ല, കീപ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? അകലം പാലിക്കുക. അകലം പാലിക്കാതെ എന്തെങ്കിലും വന്നാൽ ഞങ്ങൾ ഉത്തരവാദികളല്ല, നിങ്ങളാണ് ഉത്തരവാദികൾ. ഒരു നഷ്ടപരിഹാരം കിട്ടുകയില്ല. അതുകൊണ്ട് അവരത് എഴുതി വെച്ചിട്ടുണ്ട്, അകലം പാലിക്കുക, അകലം പാലിക്കുക. ആത്മീയ മണ്ഡലത്തിലും വേർപെട്ട ദൈവമക്കളോടുള്ള ബന്ധത്തിൽ അതിപ്രധാനമായിട്ടുള്ള സന്ദേശങ്ങളിൽ ഒരു സന്ദേശമാണ് ആത്മീയ വിവേകത്താൽ അകലം പാലിക്കേണ്ടതിൽ നിന്ന് എന്ത് ചെയ്തോളണം? അകലം പാലിക്കണം. അപ്പൊ വിവേകത്തിന്റെ ഒരു ലക്ഷണമാണ് എന്ത്? അകലം പാലിക്കുന്നത്. വിവേകത്തിന്റെ ഒരു ലക്ഷണമാണ് ഓടി അകന്നു മാറുന്നത്. വിവേകത്തിന്റെ ലക്ഷണത്തിൽ ആദ്യം നമ്മൾ വായിച്ചല്ലോ, ദൈവത്തിന്റെ സ്തോത്രം, സത്യ ദൈവത്തെ നന്നായി മനസ്സിലാക്കുന്ന വിവേകത്തിന്റെ ലക്ഷണമാണ്. ഇതുപോലെ ദൈവസഭ ഒന്ന് സമർപ്പിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാണ്. ഹല്ലേലൂയ. കർത്താവേ, സംഗീതകാരൻ പറയുന്നത് പോലെ ഈ ആത്മീയ വിവേകം കൊണ്ട് എന്റെ ഹൃദയം നിറഞ്ഞ് അങ്ങയുടെ നാമമഹത്വത്തിന് വേണ്ടി മുന്നോട്ട് പോകുവാൻ എന്നെയും എന്റെ തലമുറയെയും എന്റെ കുടുംബത്തെയും ഞങ്ങളെയും ഞങ്ങളുടെ സഭയെയും അതിനുവേണ്ടി സഹായിക്കണമെന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി ഒരുങ്ങാം. പരിശുദ്ധനായ ദൈവം അതിനുവേണ്ടി നമ്മെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് ഞാൻ എന്റെ വാക്കുകളെ ചൊല്ലും.